ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ്. എല്ലാ വീഡിയോയിലും നമ്മൾ അത് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നോർമലി നമ്മൾ ഫേസ് ഒക്കെ കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് എഴുതി കാണിക്കാമെന്ന് ഓർത്ത് ഒരു വെറൈറ്റി ടൈപ്പിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന മിക്ക ആളുകൾക്കും ഒരു സംശയമുണ്ട്, എഫ്രഷ് എനർജി ഡ്രിങ്ക് യൂസ് ചെയ്യണോ വേണ്ടെന്നുള്ളത്. അപ്പൊ ബേസിക് ഒരു പ്രൊഡക്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് വരുന്നത് ഫോർമുല 1, ഷേക്ക് മേറ്റ്, പ്രോട്ടീൻ പൗഡർ, എഫ്രഷ് എനർജി ഡ്രിങ്ക് മിക്സ്. അപ്പൊ ഇത്രയാണ് ഒരു ബേസിക് പാക്കേജ് വരുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത് മിക്ക ആളുകളും ചോദിക്കുന്നുണ്ട്, ഞാൻ എഫ്രഷ് എനർജി ഡ്രിങ്ക് എടുക്കണോ വേണ്ടെന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയാണ് ഇന്ന് കൊടുക്കുന്നത്. എന്താണ് എഫ്രഷ് എനർജി ഡ്രിങ്ക്? എഫ്രഷ് എനർജി ഡ്രിങ്ക് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്താലുള്ള ഗുണം എന്താണ്, യൂസ് ചെയ്തില്ലെങ്കിൽ എന്താ ഇഷ്യൂസ് എന്താണ്, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിരവധി ആളുകൾക്കുള്ള സംശയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലാരിറ്റി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ശരിക്കും എഫ്രഷ് എനർജി ഡ്രിങ്ക് നമ്മൾ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യണോ വേണ്ടേ? തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എനർജി ലോസ് ഒക്കെ ആവാൻ ചാൻസ് കൂടുതലാണ്. കാര്യം എന്താണ്, നിങ്ങൾ ചിലപ്പോൾ 30 വയസ്സിലായിരിക്കും പ്രോഗ്രാം ചെയ്യണത്, 35 വയസ്സിലായിരിക്കും, 40 വയസ്സിലായിരിക്കും, 45 വയസ്സിലായിരിക്കും, വട്ടവർ ഏത് ഏജിലായിരിക്കും പ്രോഗ്രാം ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇത്രയും വർഷത്തെ റൊട്ടീൻ ഒറ്റയടിക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിക്ക് ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന ആഹാരങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ബോഡിക്ക് അവിടെ ഒരു എനർജി ലോസ് സംഭവിക്കും. എനർജി ലോസ് എന്ന് പറയുന്ന ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. ഇപ്പൊ നമുക്കറിയാം, നല്ലരീതിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഭക്ഷണം കുറയ്ക്കുമ്പോൾ നമുക്കൊരു എനർജി ലെവൽ താഴും. അപ്പൊ നമുക്കത് ആ ഒരു എനർജി ലെവൽ താഴെ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് നമുക്ക് അത്ര നല്ലതല്ല. അപ്പൊ നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യണത്. നമ്മളിവിടെ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്നില്ല, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം സെലക്ട് ചെയ്താണ് ഇവിടെ കഴിക്കുന്നത്. അപ്പൊ എങ്ങനെ പോയാലും അത്രയും വർഷത്തെ റൊട്ടീൻ നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടും. അപ്പൊ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത്, ഡയറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്ഷീണത്തിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ചെയ്യുന്നതാണ് എഫ്രഷ് എനർജി ഡ്രിങ്ക് മിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് ഒരു ദിവസം എടുക്കുമ്പോൾ രാവിലെ നമ്മൾ ഓൾറെഡി എഫ്രഷ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഈ കറക്റ്റ് ഡയറ്റിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. അങ്ങനെ ടയർഡ്നെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജിനെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എഫ്രഷ് എനർജി ഡ്രിങ്ക് മിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ എഫ്രഷ് എനർജി ഡ്രിങ്ക് മിക്സ് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് പാക്കേജിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത പ്രൊഡക്റ്റ് ആണ്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രൊഡക്റ്റിനോട് എടുത്തിട്ട് വെയിറ്റ് ലോസ് ചെയ്താൽ മാത്രമാണ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ബേസിക് പ്രോഡക്ട്സിന്റെ കൂട്ടത്തിൽ എഫ്രഷ് എനർജി ഡ്രിങ്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും ഒഴിവാക്കാതെ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പ്രോഗ്രാം ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എഫ്രഷിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, എഫ്രഷിനകത്ത് സിമ്പിൾ ആണ്. എഫ്രഷിനകത്ത് കഫീൻ അടങ്ങിയിട്ടുണ്ട്. എഫ്രഷ് എനർജി മിക്സ് നമുക്ക് ഒരുപാട് ഫ്ലേവറിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഏലാച്ചി ഉണ്ട്, അതുപോലെ തന്നെ ലെമൺ ഫ്ലേവറിൽ അവൈലബിൾ ആണ്, തുളസി, കാശ്മീരി കവ, പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ, പിന്നെ നോക്കുവാണെങ്കിൽ സിനമൺ ഉണ്ട്, പീച്ച് ഉണ്ട്. അപ്പൊ ഈ ഒരു ഫ്ലേവറിലൊക്കെയാണ് നമുക്ക് നമ്മുടെ എഫ്രഷ് എനർജി ഡ്രിങ്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എഫ്രഷ് എനർജി ഡ്രിങ്ക് ശരിക്കും നമുക്കൊരു ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ആയിട്ടാണ് വരുന്നത്, പൗഡർ ഫോർമാറ്റിലാണ് വരുന്നത്. നമുക്ക് എപ്പോഴൊക്കെയാണോ ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് എഫ്രഷ് എനർജി ഡ്രിങ്ക് കുടിക്കാൻ സാധിക്കുന്നതാണ്. കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എനർജീനെ അപ്ലിഫ്റ്റ് ചെയ്യാനും നമ്മുടെ ബോഡി നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ശരിക്കും എനർജി ഡ്രിങ്ക് തന്നെയാണ് എഫ്രഷ് എനർജി ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് കഫീൻ ആണ് അടങ്ങിയിരിക്കുന്നത്. കഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എനർജിനെ ബൂസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ നമ്മളൊരു നോർമൽ ടീയിൽ എടുക്കുന്ന അത്ര കഫീൻ നമ്മുടെ എഫ്രഷിന്റെ അകത്ത് അടങ്ങിയിട്ടില്ല. ഇപ്പൊ നമ്മളൊരു പാൽ ചായ എടുക്കണമെങ്കിൽ ഏകദേശം 100 to 200 കാലറിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് ആഡാവുന്നത്. ഇത് അബ്സല്യൂട്ട് ബാഡ് കാലറി ആണ്. ഇനി നമ്മൾ എഫ്രഷ് അതേ സമയത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് വെറും ഏകദേശം എന്താണ് ഒരു 4 കാലറി, ഒരു സ്പൂൺ വേണമെങ്കിൽ 4 കാലറിയാണ് നമുക്ക് ആടാകത്തുള്ളൂ. നമ്മൾ 2 സ്പൂണാണ് നോർമലി ഇടുന്നത്, 2 സ്പൂൺ ഇടുമ്പോൾ എത്രയാണ് 8 കാലറി മാത്രമാണ് ആടാകത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു 3 ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു 600 ബാഡ് കാലറി നമ്മുടെ ശരീരത്തോടെ ആടാവും. പക്ഷെ നമ്മൾ ആ സമയത്ത് 3 എഫ്രഷ് എടുക്കുകയാണെങ്കിലോ വെറും 8 16 സംതിങ് അത്രയും കാലറിയാണ് നമ്മുടെ ശരീരത്തോട്ട് ആടാവുന്നുള്ളൂ. ഇത് ഗുഡ് കാലറി ആണ്. അപ്പോൾ നമ്മുടെ ശരീരം ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ ശരീരം ക്ലീൻ ആയിട്ട് വെക്കാനും ഈ ഒരു എഫ്രഷ് എടുക്കുന്നത് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ദിവസത്തിൽ നിങ്ങൾ മാക്സിമം 3 എഫ്രഷ് കൂടുതൽ എടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക.
പിന്നെ അതുപോലെ തന്നെ BP ഉള്ള പേഷ്യൻസ്, BP നിങ്ങൾ മെഡിസിൻ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കോച്ചിനോട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം എയർഫ്രഷ് യൂസ് ചെയ്യുന്ന കാര്യത്തിന്റെ എണ്ണത്തിൽ ക്ലാരിഫിക്കേഷൻ വരുത്തുക. എയർഫ്രഷ് യൂസ് ചെയ്യണമെന്നല്ല പറയണത്, BP ഉള്ള പേഷ്യൻസ്, മെഡിസിൻ എടുക്കുന്ന പേഷ്യൻസ് എത്ര എണ്ണം നമ്പർ കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ചിട്ട് ക്ലാരിറ്റി വരുത്തിയിട്ട് ശരിയാക്കി ചെയ്യുക കേട്ടോ. അതാണ് ചെയ്യാനുള്ളത്. അപ്പൊ എയർഫ്രഷിനകത്ത് ഓൾറെഡി കഫൈൻ വരുന്നുണ്ട്. ഏകദേശം നമുക്ക് ഒരു സെർവ് ചെയ്യുമ്പോൾ നമുക്ക് 40 mg കഫൈനാണ് വരുന്നത്. കഫൈൻ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ എനർജീനെ അപ്ലിഫ്റ്റ് ചെയ്യാനും നമ്മുടെ മെന്റൽ ആക്ടിവിറ്റീസിനെ കൂട്ടാനും കോൺസെൻട്രേഷൻ പവറിനെ കൂട്ടാനും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് കഫൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കഫൈൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എനർജി ലോ ആയ സമയത്ത് എയർഫ്രഷ് ഡ്രിങ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജിനെ ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ടയർനെസ് ഇല്ലാതെ പോകാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണ് എയർഫ്രഷ് എനർജി ഡ്രിങ്ക് മിക്സ് എന്നുള്ളത്. ഒരിക്കലും ഈ പ്രൊഡക്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിസൾട്ടിനെ അത് ബാധിക്കുന്നതാണ്. സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രീൻ ടീ എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നോർമൽ ടീ എടുക്കാൻ പോകുമ്പോഴൊക്കെ നിങ്ങളുടെ കാലറി വേരിയേഷൻസോടെ വരും. ഇപ്പൊ നോർമലി നമുക്കറിയാം കാലറി മാനേജ്മെന്റ് ആണ് നമ്മുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഈ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലാതെ വേറെ ഇതിലോട്ട് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ കാലറി മാനേജ്മെന്റ് ഇഷ്യൂ വരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ റിസൾട്ട് ലഭിക്കത്തില്ല. അതുപോലെ തന്നെ കോച്ച് പറയുന്ന രീതിക്ക് കറക്റ്റായിട്ട് കേട്ട് മോണിറ്റർ ചെയ്യുക. കോച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോച്ച് കൃത്യമായിട്ട് ചെയ്ത് റിസൾട്ട് എടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ ഇതിനകത്ത് കൊണ്ടുവരാതിരിക്കുക. കോച്ച് പറയുന്ന പോലെ കേട്ട് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇനി ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എയർഫ്രഷ് എനർജി ഡ്രിങ്ക് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. കൃത്യമായിട്ടും എയർഫ്രഷ് എടുത്തതിന് ശേഷം മാത്രം വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് എടുക്കുക. നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കുക. ഹെർബലൈഫുമായി ബന്ധപ്പെട്ട ഹെർബൽ പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രമാത്രമാണ് പറയുന്നത്. അപ്പൊ എയർഫ്രഷിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രമാത്രം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ഹാപ്പി ഹെൽത്തി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.